അമ്മക്കാരേനാണ് അമ്മ പേടിച്ചു പോയി. വേനൊക്കെ മാറിയാ? എങ്ങനെയുണ്ട് മോളെ? ഓക്കെ അല്ലേ? ചേച്ചി ഒന്ന് പുറത്തേക്കോ, ഡോക്ടർ വന്ന റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ. ശരി. അമ്മ പോകല്ലേ? അമ്മൂമ്മയൊക്കെ എന്റെ വെളിയിലിട്ടാ, അമ്മ പുറത്തിരിക്കാം. അച്ഛനെ വിളിക്കോ? ഇവിടെ ഇരുന്ന് എങ്ങനെ വിളിക്കാൻ പറ്റുക? ഇവിടെ ഉള്ളവർ രണ്ടാ വഴക്കം അറിയൂലേ? ചക്കര ഉറങ്ങിക്കോ കുറച്ചു നേരം, അമ്മ വരാട്ടാ. ഓക്കെ അല്ലേ? മോൾക്ക് വിശക്കണുണ്ടാ? മാമൻ കുറച്ച് പാലപ്പം കൊണ്ടുവന്നേ. വേണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ, നല്ല പാലപ്പല്ലേ. കുഞ്ഞിനി ജന്മത്തെ പാലപ്പം കഴിക്കൂല അല്ല മോളെ. സിസ്റ്റർമാര് പോയാ മോളെ? മോളെ രാവിലെ ഇറങ്ങാൻ പറ്റും. ടെസ്റ്റുകള് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി കുഴപ്പമില്ലെങ്കിൽ മറ്റന്നാ പോവാം. ആ പിന്നെ ഇതൊന്ന് അടച്ചേക്കണേ. എത്രയായി മോളെ? 8300 രൂപ. എത്രയാണ്? 8300 അമ്മേ. എന്റെ ഭഗവാനെ, വന്നിട്ട് 2 മണിക്കൂർ ആയില്ലല്ലോ. അമ്മ സ്കൂളുകാർ അവരുടെ ഇതിന് ചേർന്ന ആശുപത്രിയിലല്ലേ കൊണ്ടാക്കിയിരിക്കണേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ റൂം തന്നെ AC ഇല്ലാത്തോണം ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ ഭാവൊന്ന് കാണണ്ടായിരുന്നു. ഒക്കെ കാശാരുടെ കളിയാണ്. അമ്മ ഞാൻ ഈ ബില്ലൊന്ന് അടച്ചിട്ട് വരാം. നിക്ക്, നിന്റെ കാശുണ്ടോ അടയ്ക്കാൻ? ഇല്ല, 2000 രൂപ വരെ അമ്മ ചേച്ചി തന്നെ. 3000 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ 3 2 5 ശ്രീകുമാറിന്റെ അമ്മയുടെ വല്ലതും കാണുമെന്ന് ചോദിച്ചു. അമ്മയുടെ ഒന്നും കാണൂലേ, യൂണിറ്റിലെ പൈസയൊക്കെ കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത മാസമാവും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അതുകൊണ്ട് അടച്ചിട്ട് നാളെ കൊണ്ടുവരാന്ന് പറയാം അവരുടെ അടുത്ത്. നാളെ എവിടുന്ന് കൊടുക്കാനാണ്? കയ്യിലും കാലിലും കിടക്കണ ഒക്കെ വരവും. അമ്മ ഞാൻ ഇത്തിരി കാശ് ഓഫീസിൽ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടണമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ കൊച്ചിന് ഞാൻ നെക്ലസ് ഇരിപ്പില്ല, അത് പണയം വെക്കാം. ചേട്ടനോ തന്നെയാ പറഞ്ഞ. ശരി, ഞാൻ പോയി അടച്ചിട്ട് വരാം. അമ്മ ഈ റൂമിലിരുന്നോ? റോക്കിംഗ് വിത്ത് മാളൂട്ടി. ബൈ ബൈ പാലപ്പം, പോപ്പോ പാലപ്പം. ഹലോ, ആ ശ്രീയേട്ടാ. അല്ല ടൗണിലാണ്. എക്സാം നാളെ ഉള്ളു. അതിനിപ്പോൾ എന്താ നോക്കും? ആ ശരി. ഈ അള്ളിയനെ ഒരു ലോക പരാജയം കേട്ടോ. ശ്രീയേട്ടനാണോടാ? അല്ലാണ്ടായി. എന്താ കാര്യം? FB-ലിട്ട മാളുവിന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ. ഞാനല്ലേ നിന്നോട് പറയാനിരിക്കണായിരുന്നു. ആശുപത്രിയിൽ വയ്യാണ്ട് കിടക്കണ കൊച്ചിന്റെ പടം ആരെങ്കിലും നാട്ടുകാരെ കാണിക്കാൻ ഇടുവാടാ? എന്റെ തലയ്ക്ക് ഓളാണ്. ഓ ഇത് അതില് ശോകം. പറഞ്ഞിട്ടേ അല്ലേ നിനക്ക് ചേരും. എന്തായാലും 2 ദിവസം കഴിയും. ഒരു വിധത്തിൽ അവിടെ പോയി നന്നായി ചേച്ചി, അവിടെ സൂപ്പർ ട്രീറ്റ്മെന്റ് ആണ്. നല്ല സൂപ്പർ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. പക്ഷേ ബില്ല് അടയ്ക്കണമെങ്കിൽ വീടിന്റെ ആധാരം ഞാൻ പണയം വെക്കേണ്ടി വരും. പിന്നെ അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ കിറ്റിലുണ്ട്. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഇയാളിപ്പോ എന്താ ചെയ്യണേ? ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, ഭയങ്കര പഠിപ്പിസ്റ്റാ. ഇല്ലല്ലോ അമ്മ, ഇല്ലില്ല. മറ്റേലോ? കിട്ടി. ഇതിപ്പോ മരങ്ങതിരിയാണെങ്കിലും ആധാർ കാർഡ് വേണമെന്നാണല്ലോ. അമ്മ ശരിയെന്നാ, ഞാൻ വിളിക്കാം കേട്ടോ. ഹലോ മണി, മാല എടുത്തോ? ഇല്ല, എടുത്തോണ്ടിരിക്കണേണ്. ഇതിപ്പോ കൊടുത്താൽ ഒരു 10 രൂപ കിട്ടുമായിരിക്കും. അതാവുമ്പളേ അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാലോ. വേണ്ട, എനിക്കിവിടെ തൽക്കാലം കാശിന് ആവശ്യമൊന്നുമില്ല. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. എന്തായാലും നോക്കാം. ഞാൻ ബാങ്കിലോട്ട് പോയിട്ട് വിളിക്കാം. ശരി എന്നാ വെച്ചേക്കട്ടെ. എടാ പിന്നെ നീ എന്നെ ജെട്ടിയിൽ വിട്ടാൽ മതി, അവിടെ എന്റെ സ്കൂട്ടർ ഇരിപ്പുണ്ടേ. അതെ, ഒരു 3 മണിയാകുമ്പോ അപ്പൂനെ സ്കൂളിൽ നിന്ന് വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടാക്കാൻ മറക്കല്ലേ. കേക്കുണ്ടാ?
പുള്ളി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. ഓക്കെ, നീ ആദ്യം ഡോക്ടറെ പോയി ഒന്ന് കാണാം. ഞാൻ വൈകിട്ടാണ് ഇറങ്ങാം. ഓക്കെ. മാഡം, ആ ഇരിക്കും. എന്താ വിശേഷം? ഒന്ന് പണയം വെക്കാനായിട്ട് മാഡം. ആ കാർഷിക വായ്പ ഒന്ന് കിട്ടുമെന്ന് നോക്കാനായിട്ട്. നോക്കാം. ഇതിപ്പോ എന്താ? മാലയാ. ആ മോളുടെ. നോക്കട്ടെ. രാജു, ഇതൊന്ന് നോക്കണേ. ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഇതാ. ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാ മണി? ദുബായിലാ മാഡം. ആണോ? എടി, ഈ കാർഷിക വായ്പയ്ക്ക് അപേക്ഷ കൊടുക്കുമ്പോഴേ നമ്മള് വാർഷിക വരുമാനം എത്ര വെക്കണ്ടേ? വാർഷിക വരുമാനോ? അതൊരു 3 ലക്ഷം വെച്ചോടി. 3 ലക്ഷോ? എന്തിരുന്നിട്ട്? ഇവിടെ കൊച്ചിന്റെ മാല പണയം വെക്കാൻ വന്നേക്ക. ഒരു 1.5 ലക്ഷം രൂപ വെക്കാം അല്ലേ? എന്നാ ഒന്ന് നോക്കണ്ടേ? ധൈര്യമായിട്ട് വെച്ചോ. ലവ് യു ഡി. ഓളി എത്ര കുറച്ച് വെച്ചൂടെ? നിങ്ങൾക്ക് മാത്രം കേട്ടാ പോരെ? ചേട്ടാ, ചെവി ഓട്ടയാണ്. ഇത് ഓട്ടയാണ്. ഓ മണി, എന്തോ? ഒന്നകത്തേക്ക് വരുമോ? സാറേ, ഈ മാല എവിടുന്ന് വാങ്ങിച്ചേ? HRR ജ്വല്ലറി എന്നാണ് സാറേ. എന്ത് പറ്റി? ഇത് കണ്ടോ, ഇത് മുഴുവൻ മെഴുക. മൊത്തം തൂക്കം 3.5 പവനുണ്ട്. പക്ഷെ സ്വർണം 1.5 പവൻ തേച്ചുണ്ടാവില്ല. എന്റെ ദൈവമേ, ഒരു 4.5 മാസം മുമ്പ് മേടിച്ചേച്ചി. കുറച്ചു നോക്കാടുത്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് തോണ്ടി നോക്കിയപ്പോ ആ തോടളകുന്ന ഒരു സാധനം അങ്ങ് പോന്നു. എന്തൊരു തട്ടിപ്പാ ഇതൊക്കെ. 3.5 പവന്റെ പൈസ കൊടുത്ത് മേടിച്ചല്ലേ ഇത്? അതെ. ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കട്ടെ ചേച്ചി. ആ കാണിച്ചു നോക്കട്ടെ. ഹലോ ശ്രീയേട്ടാ, ഞാനിവിടെ ബാങ്കിൽ ഇതുകൊണ്ട് വന്നേണേ. അപ്പൊ അവര് പറയണത് നമ്മുടെ മാലയിൽ 1.5 പവനെ സ്വർണ്ണമുള്ളൂ, ബാക്കിയൊക്കെ മെഴുകാണെന്നൊക്കെ. നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും? മണി, നീ ഇത് എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവില്ല ശ്രീയേട്ടാ. എന്നിട്ട് മാല അവര് വാങ്ങിച്ചോ? ഇല്ല, ബാങ്കിൽ അവര് പറഞ്ഞ നമ്മള് ജ്വല്ലറിയിൽ കൊണ്ടുപോയി ഉടനെ കൊടുക്കാനാണ്. നീ ഒരു കാര്യം ചെയ്യേ, ആ അനീഷിനെ ഒന്ന് വിളിക്കുക, എന്നിട്ട് തിരിച്ചു വിളിക്കുക. ആ വിളിക്കട്ടെ, ഞാൻ അനീഷിനെ വിളിക്കാം. ടെൻഷൻ ആവണം. നീ ടെൻഷൻ അടിക്കണ്ട, നീ ബാങ്കിൽ നിന്ന് പറഞ്ഞ പോലെ ചെയ്യേ. ശരി. ഹലോ. ആ അനീഷേ, ഞാൻ മണി. പറഞ്ഞു ചേച്ചി. ഞാനും ചേട്ടനെല്ലാം കൂടെ അന്ന് പണ്ട് അവിടെ വന്നിട്ട് ഒരു മാല എടുത്തിരുന്നില്ലേ മോൾക്ക്? ആ മാല ഞാനിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പണയം വെക്കാൻ വേണ്ടി വന്നാണ് ബാങ്കില്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവര് പറയുന്നതിൽ 1.5 പവന്റെ സ്വർണ്ണമുള്ളൂ, ബാക്കി മുഴുവൻ മെഴുകാണെന്നൊക്കെ. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ചേച്ചി, ഞാനിപ്പോ HRRലല്ല വർക്ക് ചെയ്യണത്. അവിടെ നിന്ന് മാറിയിട്ട് 2 മാസമായി. ചേച്ചി ഒരു കാര്യം ചെയ്യ്, ബില്ലുമായിട്ട് നേരെ ഷോപ്പിലേക്ക് നോക്കൂ. അവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ശരി. HRRന്റെ ഒരു ചോപ്പ് കളറിലെ കവർ ഇതിനകത്ത് വെച്ചിരുന്ന നമ്മ കണ്ടായിരുന്നോ? അല്ല, അതിൻ്റെ അകത്താണ് ഞാൻ ബില്ല് വെച്ചത്. കഴിഞ്ഞ തവണ ഞാൻ ഇല്ലല്ല, ഞാൻ ഒരു മിനിറ്റ്. അമ്മ അനീഷ വിളിക്കണ്ട്, ഞാൻ ഇവിടെ തിരിച്ചു വിളിക്കാട്ടാ. ഹലോ, അനീഷ ബില്ല് ഇവിടെ കാണുന്നില്ലല്ലോ. ഓ, അത് സീനാണല്ലോ ചേച്ചി.
ജനുവരിയിലാണ്, എനിക്ക് ഉറപ്പാണ്. കാരണം ശ്രീയേട്ടന് അവധിക്ക് വന്നപ്പോഴാണല്ലോ. ചേച്ചി ഒരു കാര്യം ചെയ്യ്, നേരെ ഷോപ്പിലേക്ക് വിട്ടോ. അവിടെ ചെയ്തിട്ടേ ഒന്ന് ഫോൺ ചെയ്ത് മാനേജർക്ക് കൊടുത്താൽ മതി. ബാക്കി ഞാൻ സംസാരിച്ചോളാം. ഞാനുള്ള സമയത്ത് എടുത്താണല്ലോ. ആ ഞാൻ കടയിലേക്ക് ചെല്ലണേണ്. ആ ശരി. ഹലോ, എന്തായി നോക്കിയോ? ആ ബില്ല് കാണുന്നില്ല. കാണില്ലെന്നാ? എടിയാ HRM ചുവന്ന കവറിനിട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ? സൂക്ഷിച്ചു വെക്കണോ അന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തതാ. അതെ അതെ, ഞാൻ സൂക്ഷിച്ചു വെച്ചാണ്. ഇപ്പൊ എവിടെയാണ് ഇരിക്കണെന്ന് ഓർക്കണില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളന്നോ? എനിക്കെന്റെ സർവാംശം ചൊറിഞ്ഞു വന്നണ്ടാ. എന്നാ പിന്നെ അങ്ങോട്ട് മാറുന്നത് ചൊറിയി. ഞാൻ ഇവിടെ തീ തന്നെ നിൽക്കുമ്പോഴന്ന് ഫോൺ വെക്കാവോ? ഇരിക്കും മാം. ഓ, നമസ്കാരം സാറേ. നമസ്കാരം, ഇരിക്കൂ. പറയൂ. സാറേ, എൻ്റെ പേര് രാധാമണി. ഞാനും ഹസ്ബൻഡും കൂടെ ഒരു 4 മാസം മുമ്പ് ഇവിടെ വന്നെടുത്ത് മാല ചെയ്ത് ഓക്കെ. 3.5 പൗണ്ടേ. ഇപ്പൊ പണയം വെക്കാൻ വേണ്ടി ചെന്നപ്പോ കോപ്പറേറ്റീവ് ബാങ്കിൽ അവരാ പറഞ്ഞത് ഇതിൽ 1.5 പൗണ്ട് സ്വർണ്ണുള്ളൂ, ബാക്കി മെഴുകാന്ന്. ഇതിന്റെ ബില്ലുണ്ടോ? ഇല്ല സാറേ, ബില്ല് കാണണില്ല. പിന്നെ എങ്ങനെയാണ് മാഡം ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ഞങ്ങൾക്ക് ഇല്ല, ബോധ്യപ്പെടണ്ടേ? ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. ഇവിടെ ജോലി ചെയ്ത അനീഷില്ലേ, അനീഷ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ അവനുള്ളതിനെ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സാധനം വാങ്ങിയത്. ഇവിടെ വരുമ്പോ സാറിനെ കണക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് സാറേ. അനീഷെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, സാറിന്റെ കൊടുക്കാം. സാറേ. ഹലോ സാറേ, അനീഷാണേ. അവരന്ന് എന്റെ കെയർ ഓഫിലായിരുന്നു മാല അവിടെ നിന്ന് ആര്? സാറേ, അനീഷാണ്. ആ മാലയുടെ കേസിലെ സാറേ വളരെ ഇഷ്യൂ ഓക്കെ ഓക്കെ. ഹലോ, നമ്മളെ ഓക്കെയാണ് സാറേ. മാഡം, 75 വർഷത്തെ പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ HRR ജ്വല്ലറിക്ക്. പിന്നെ ഞങ്ങളുടെ ക്ലയൻസിനാണെന്നുണ്ടെങ്കിലും ഞങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു ബില്ല് പോലും ഇല്ലാതെ ഇതുപോലെ അലിഗേഷൻ. പ്ലീസ് മാഡം. അയ്യോ സാറേ, ഞാൻ വെറുതെ പറയണല്ല, ഇവിടുന്ന് തന്നെ മേടിച്ചാണ്. ഞങ്ങള് എന്റെ കുഞ്ഞിന് സുഖമില്ലാതിരുന്ന് ഞാൻ ഈ ബില്ല് നോക്കാൻ പോയതുകൊണ്ടാണ് സാറേ കിട്ടാത്തത്. ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ ഒന്നും നോക്കി അറിയാൻ പറ്റൂലേ സാറേ. ദേ ഒരു മിനിറ്റ്, ദേ ഇതിന്റെ ബാക്കിലുണ്ടല്ലോ സാറേ, ഇവിടുത്തെ എംപ്ലോയല്ലേ ഇതിന്റെ ബാക്കിലുള്ളത്. മാഡം, വളരെ വലിയൊരു കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണിത്. ഞങ്ങളുടെ ഹോൾ മാർക്കിംഗ് ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഡെഫിനറ്റ്ലി ഞങ്ങൾ നിയമ നടപടി എടുത്തിരിക്കും. മനസ്സിലായോ? ഉടത്തല്ലേ മാലയുടെ കാര്യം എപ്പോഴാണ് 37 അറിഞ്ഞത്. എന്റെ പൊന്നോ, എന്ത് കരച്ചിലായിരുന്നു. ഡോക്ടറും നഴ്സുമാരും എല്ലാം ഓടിക്കൂടി. ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളു. ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കാം. നോക്ക് ടീച്ചറെ, ഇത് കണ്ട. നമ്മളിനി എന്ത് ചെയ്യും മോളെ? എനിക്കറിയാൻ പാടില്ല അമ്മേ. വിവരം എന്ന് പറയാനായിട്ട് അനീഷിനെ വിളിച്ചിട്ടാണെങ്കിൽ എൻ്റെ ഫോണും കിട്ടണില്ല. വീട്ടിലെന്ത് ചെയ്യാന്ന് വെച്ചാൽ ശ്രീയേട്ടാണ് എൻ്റെ തോൽത് നിന്നോണ്ടിരിക്കണേ. വെറുതെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ മോളെ കാര്യം? നീ ഒരു കാര്യം ചെയ്, രാത്രി വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ഒന്നും കൂടി നോക്ക്. കിട്ടാണ്ടിരിക്കൂല, കിട്ടും. നോക്കുമണി, യുവമാരൊന്നും വെറുതെ വിടരുത്. കേസ് കൊടുത്ത് കോടതി കയറ്റണം. എന്ത് ചെയ്യാനാണോ? ആ ചേച്ചി. ആ എന്തായി അനീഷേ? എൻ്റെ അനീഷ് എത്ര നേരമായിട്ട് ഞാൻ വിളിക്കണ അനീഷ്, ഫോൺ എന്തിയേ? ചേച്ചി ഇന്ന് ഫുള്ള് ഓട്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഓട്ടായിരുന്നു. ഫോണാണെങ്കിൽ ചത്തും പോയി. അല്ല, മോക്കെങ്ങനെയുണ്ട്? ആ, മോക്ക് കുറവുണ്ട്. നീ ഇത് കണ്ട അനീഷേ? കണ്ണി ചോരയില്ലാത്ത ചെയ്തല്ലേ ഇത്? അതിപ്പോ എന്ത് പറയാനമ്മ. നമുക്ക് ശരിയാക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ശരിയാവും. ചേച്ചി ഒരു മിനിറ്റ്. എന്ത് പറയാനാണ് ഇനി? അവരടുക്കണില്ലേ ചേച്ചി? ഞാൻ അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചു. ഈ പർട്ടിക്കുലർ ബാച്ചിൽ വന്ന മാലയിൽ 4 എണ്ണത്തിന് സെയിം കംപ്ലൈന്റ് ഉണ്ട്. ആ, പക്ഷേ അവരുടെ കേസിൽ അവർക്കൊക്കെ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു. നമ്മുടെ കേസിൽ ബില്ലില്ലാത്തോണ്ട്
ബില്ല് കമ്പ്യൂട്ടറിനകത്ത് കാണില്ല, അതിൽ നിന്ന് എടുക്കാൻ വല്ല മാർഗം ഉണ്ടോ? ഇല്ല ചേച്ചി, അത് നടക്കില്ല. ഒരു മാസത്തിനുള്ളിൽ അവർ സേവ് ചെയ്യില്ല. ബാക്കപ്പ് ഹാർഡ് ഡിസ്കിൽ സാധനം ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ വിചാരിച്ചാൽ കിട്ടില്ല. പോലീസ് ഇടപെട്ടാൽ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ പൊക്കാൻ പറ്റും. പക്ഷേ പോലീസിൽ കംപ്ലൈൻറ്റുമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബില്ല് ഇഷ്യൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല. ചേട്ടനാണ് ആകെപ്പാടെ ബഹളം വെച്ചോണ്ടിരിക്കുക. ചേച്ചി ടെൻഷൻ അടിക്കണ്ട, ഒന്നുകൂടെ ഒന്ന് തപ്പി നോക്ക്. അത് കിട്ടുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ബാക്കി നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ? ഹലോ, ആ ചേട്ടാ. ഹലോ, എന്തായി? ഞാൻ ആശുപത്രിയിലാ ചേട്ടാ. അവർക്ക് ബില്ല് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എടി, ശരിക്കും നോക്കിയാ? നോക്കി. ഞാൻ ജ്വല്ലറിയിലോട്ട് പോണേന് മുമ്പ് മൊത്തത്തിലൊന്ന് നോക്കിയായിരുന്നു, കിട്ടിയില്ല. അമ്മയും മക്കളും എന്താന്ന് വെച്ചി? എടി, മനുഷ്യനായ കുറച്ചൊക്കെ അനുസരണ ഉത്തരവാദിത്വമൊക്കെ വേണം. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞാണ് ബില്ല് സൂക്ഷിച്ചു വെക്കണമെന്ന്. ബാക്കിയുള്ളവന്റെ വാക്കിന് എന്തെങ്കിലും വില നീ കൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എടി, ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഇനി നീ എന്താന്ന് വെച്ചാ എന്നെ കൂടി തിരിച്ചു വിളിക്കണ്ട. അനീഷ് എന്ത് പറഞ്ഞോളെ? അവൻ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ശ്രീയേട്ടനായിരുന്നു ഫോണില്. എന്നിട്ട് ശ്രീ എന്താ പറഞ്ഞേ? എന്തു പറയാനാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് നാളെ പരീക്ഷയിലല്ലേ, നീ വീട്ടിലേക്ക് പോക്കോ. അമ്മയും കൂടെ ഇവിടെ തന്നെ നിൽക്കട്ടാ. അതിങ്ങനെ ഞാനും കുഞ്ഞും കൂടെ പോവാം. ഞാൻ പോയി ബില്ലപ്പി എടുക്കട്ടെ. ശ്രീയേട്ടൻ കുറ്റം പറഞ്ഞെങ്കിലേ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കിടന്ന് ഒറ്റക്കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ പിന്നെ ആർക്കെങ്കിലും ദണ്ണം വരും. എന്നോടൊരു 100 പ്രാവശ്യം പറയണതാ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം എന്ന്. എൻ്റെ കയ്യിൽ തന്ന ബില്ല എന്നിട്ട് കൊണ്ടുവന്ന് കളഞ്ഞിട്ട്. അപ്പൊ നീ എന്താ റെഡി ആയിക്കേ? എന്നിട്ട് ഇപ്പൊ കുറ്റം പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കണേ? അപ്പോ ഒന്ന് പോയി ബാഗ് എടുത്തിട്ടേ. ഫോൺ. എന്റെ താക്കോലെവിടെ? താക്കോല് നിന്റെ ബാഗിലില്ലേ? ആ, ടാറ്റാ. ബാ പോയിട്ട് വരാം അമ്മേ. ഹലോ അമ്മ, ഒരു മിനിറ്റ്. ഹലോ അമ്മ, പിന്നെ അന്ന് ബാംഗ്ലൂരിൽ വിനീത് പോയപ്പോഴേ ചേട്ടനൊരു നീല കളർ ബാഗ് എടുത്തുകൊണ്ട് പോയിണ്ടായിരുന്നില്ലേ? അതിൻ്റെ ഉള്ളിലത്തെ അറിയിലുണ്ടെന്ന് നോക്കുവോ? ഇല്ലില്ല, ഞാൻ വിളിച്ചിട്ട് അവനെ കിട്ടണില്ല. അമ്മ ഒരു കാര്യം ചെയ്യോ, അപ്പുറത്തെ ബേബി ചേട്ടനെ വിളിച്ചിട്ടേ അവനെ എന്നോടൊന്ന് വിളിക്കാൻ പറയോ? ശരി ശരി. വല്ലതുമ്പ് കിട്ടിയാ? എടി, അതെ, ഈ കളഞ്ഞു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാനായിട്ട് വഴിപാട് നേരുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ. അതിന്റെ പേരാണെങ്കിൽ എനിക്ക് കിട്ടണമില്ല. ഞാൻ നോക്കിയിട്ട് മെസ്സേജ് ആക്കേട്ടാ. എടി, നീ വഴിപാടോ ഇത് കുന്താണെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറ. എനിക്കിത് തപ്പാണ്ട് വേറെ നിവർത്തിയില്ല. എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എടാ, എത്ര നേരം കിടന്ന് വിളിക്കണേ?
ഉറങ്ങി കിടക്കണം അമ്മേനെ വിളിച്ചുണർത്തിയിട്ടാണ് ഒന്ന് കിട്ടണത്. ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് നീ എന്തെടുക്കണേണ്? അതെ, നീ അന്ന് കൊണ്ടുപോയില്ലേ ഒരു നീല കളർ ബാഗ്, അതിൻ്റെ അകത്തൊന്ന് നോക്കോ? ശരി, എന്നാല് നോക്കിയിട്ട് വിളിക്ക്. ഹലോ, ശ്രീയേട്ടൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേന്ന്. എടി കിട്ടില്ലേ? കിട്ടും, ടെൻഷൻ അടിക്കല്ലേ. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലില്ല, മോക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, എന്നാലേ ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ട് വിളിക്കാം. ശരി. മോനെ, അപ്പൊ നീ കൂടെ ഒന്ന് പോയി നോക്കടാ. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എത്ര രൂപ പോകുന്നെന്ന് അറിയോ? പോയി തപ്പ്. അപ്പോ എണീറ്റേടാ. അപ്പോ നോക്കി വലിയ കിട്ടി. എവിടെ കിട്ടി? എന്റെ കയ്യിൽ ഒട്ടിയിരുന്നടാ. ഹലോ അമ്മ, അപ്പൊ ബില്ല് കിട്ടി. എന്റെ ഭഗവാനെ, ഓ എത്ര പ്രാർത്ഥിച്ചല്ലേ ബില്ല് കിട്ടിയെന്ന്. ബില്ല് ഒന്നും പറയണ്ടി, നീ വീട്ടിൽ തപ്പാൻ ഒരു ഒറ്റയിടവും ബാക്കിണ്ടായില്ല. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ എൻ്റെ കുഞ്ഞെ. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും കഷ്ടകാലമുള്ള സമയമാണ്. ദേവിയുടെ അമ്പലത്തിൽ കയറിയിട്ടേ 2 രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോരേട്ടാ. ശരി മേന. എടി കിട്ടി കുട്ടഞ്ചേരി ഭഗവതി. അതെ, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ഒരു കുട്ടഞ്ചേരിയും വഴിപാട് നേര്. ബില്ല് എന്തായാലും കിട്ടൂടി. എടി കിട്ടി, ബില്ല് കിട്ടി. നീ പോയി കിടന്ന് ഉറങ്ങട്ടാ. ഞാൻ എന്താച്ചാ ചെയ്യാം. സർ, എന്താ കാര്യങ്ങൾ? 11:30 ബാംഗ്ലൂർ കൊച്ചിൻ ഫ്ലൈറ്റിൽ MLA-മാരുടെ ആദ്യ സംഘം എത്തും സർ. ആരെ എസ്കോട്ട്? സലീമും ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഹലോ. ചേട്ടാ, ഡോക്ടർ വന്നിരുന്നു. എന്തായ കാര്യങ്ങൾ? കുഴപ്പമൊന്നുമില്ല. എന്ത് പറഞ്ഞു ഡോക്ടർ? ചേട്ടനെ എവിടെയെന്ന് ചോദിച്ചു. വരുന്നുണ്ടോ? ശരി, നോക്കട്ടെ, പറ്റി ഞാൻ അങ്ങോട്ട് വരാം. ശരി, എന്നാ വിളിക്കാം. ശരി സർ. ഹലോ മണി, നീ വീട്ടിലാണോ? അല്ല, ഞാൻ ആശുപത്രിയോട്ട് പോയിക്കൊണ്ടിരിക്കുക. എടി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഏതാണ്ടൊക്കെ പറഞ്ഞതേ ഉള്ളു. നീ അത് കാര്യമൊക്കണ്ട. നമ്മളാരെയും പറ്റിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ കാശല്ലല്ലേ. ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയതാ. എന്നിട്ടും അതിന്റെ വിധി അങ്ങനെയാണെങ്കിൽ പോട്ടെ പോലെ. എടി, നമുക്ക് അവരോടൊന്നും ജയിക്കാൻ പറ്റില്ലല്ലേ. എന്തായാലും എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. ശരി.
ചേച്ചി നാളെ രാവിലെ ബില്ല് അടയ്ക്കണേ. കാഷ്യർ വിളിച്ചിരുന്നു. നോട്ട്സ് തിരക്കായി പോയതുകൊണ്ടാ. ആ ശരി. ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വിളിച്ചാൽ മതി. 204 ഫയലിംഗ് എടുത്ത് വീട്ടിലേക്ക് ചെന്നൊന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? ഒരു മിനിറ്റ് ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല, അതിന്റെ ഇടയിലാണ്. ശരി ശരി, നീ വിളിക്ക്. സൗത്ത് മൊബൈൽ ബ്രാവോ കോളിംഗ് ഓവർ. പുലർച്ചെ 1:30 ബാംഗ്ലൂർ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റിലെ കർണാടകയിൽ നിന്നുള്ള VIP എത്താൻ സാധ്യതയുണ്ട്. സ്റ്റേഷൻ അലേർട്ട് ആയിരിക്കും. ഓക്കെയാണ് സാർ, എല്ലാം ഓക്കെയാണ് സാർ. ഓവർ. VIP റൂട്ടിലെ ട്രാഫിക് തടസ്സമില്ലാതെ നോക്കണം. ഓക്കെയാണ് സാർ, പാർട്ടി മൊബിലൈസ് ചെയ്തിട്ടുണ്ട് സാർ. ഓവർ. ചൂടുള്ളതാ. അതാരാണപ്പാ? നീ കഴിക്ക, ഞാൻ പോയി നോക്കാം. വിനീതിന്റെ വീടല്ലേ? CK വിനീത് കാവുങ്കൽ? അതെ. ഇയാളാണോ? അത് സാറ്. ഒന്ന് സ്റ്റേഷൻ വരെ വരണല്ലോ. എന്താ സാറ് കാര്യം? HR ജ്വല്ലറിന്ന് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ദൈവേ, കംപ്ലൈന്റാ? വെറുതെ ഓരോന്ന് ഷൂട്ട് ചെയ്തിട്ട് FB പോസ്റ്റ് ചെയ്യുക, പണി മേടിച്ചു കൂട്ടുക അല്ലേ? നടക്ക്. സാറേ, കുഞ്ഞിന് പരീക്ഷ ഉള്ളതാ. സാറേ, എനിക്ക് രാവിലെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. 10 മണിയാകുമ്പോൾ കോളേജിൽ എത്തണം. താൻ എന്തിനാ പഠിക്കുന്നത്? BSc മാത്സ് ഫൈനൽ ഇയറാ യൂണിവേഴ്സിറ്റി കോളേജിൽ. 10 മണിക്കല്ലേ പരീക്ഷ? ഇപ്പൊ 8 മണിയല്ലേ ആയുള്ളൂ. താൻ സ്റ്റേഷനിൽ വന്നിട്ടൊന്ന് ഒപ്പിട്ടിട്ട് പോയിക്കോ. പറഞ്ഞാ കേട്ടില്ലേ? ഒപ്പിട്ടിട്ട് പോയിക്കോളാൻ. സാറേ, ഞാൻ ആ ബാഗ് ഒന്ന് എടുത്തിട്ട്. സാറേ, ഞാൻ ബൈക്കിൽ. ഞങ്ങളൊരു മര്യാദ കാണിക്കുമ്പോൾ തിരിച്ചത് കാണിക്കണ്ടേ? നമുക്ക് ജീപ്പ് പോവാം. നമുക്ക് കൺസ്യൂമർ കോർട്ട് വഴി ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യാം. ഷോറൂമിൽ വെച്ച് ബില്ല് തന്ത്രപൂർവ്വം കൈക്കലാക്കിയെന്ന് തന്നെ നമുക്ക് അങ്ങ് എഴുതാം. ശരി. കേട്ടിട്ട് എന്റെ കൈ തരിക്കുണ്ട്. ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ ആ മാനേജർ ചെവിക്കലിനിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് പോന്നേനെ. സാർ, ഒരു മിനിറ്റ്, ഒരു കോൾ. ഹലോ. ആ അമ്മ എപ്പോ? യോ അല്ല അമ്മ, ഒരു കാര്യം ചെയ്യും, ഞാനിങ്ങോട്ട് വിളിക്കാം. ഞാനിവിടെ വക്കീലിൻ്റെ അടുത്തുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, പുള്ളിയോടൊന്ന് ചോദിച്ചിട്ട് വിളിക്കാം. അമ്മ ടെൻഷൻ ആവല്ലേ, ഞാനിങ്ങോട്ട് വിളിച്ചോളാം. എന്തു പറ്റി? സാർ, എൻ്റെ അനിയനെ പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. എന്തിനാ? ആ ജ്വല്ലറിക്കാരുടെ കംപ്ലൈന്റ് ആണ്. ഇവിടെ നടക്കണ എനിക്കൊന്നും മനസ്സിലാവണില്ല സാർ. ഞാനത് പ്രതീക്ഷിച്ചതാ. അവനൊന്ന് 10 മണിക്ക് പരീക്ഷയുള്ളതാണ് സാർ, നിങ്ങളൊന്ന് ചെയ്യണം. ഞാൻ ആ SI ഒന്ന് വിളിക്കട്ടെ. ഹലോ. ആ അമ്മാമ്മ, ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കണേണ്. വക്കീല് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അമ്മ ഒന്ന് കരയാണ്ടിരിക്കമ്മ, ഒന്നും പേടിക്കാനില്ലെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാനിവിടെ സിഗ്നലില്. വെച്ചോ. എന്ത് പറ്റി? എടാ, ജോജുവിന് സതീഷിനെ കിട്ടണില്ല. ഞാൻ കിട്ടുന്നില്ലേ? ചേട്ടാ എടുക്കണില്ല. ഇനി എന്ത് ചെയ്യും? ചേച്ചി ഇങ്ങനെ കരയില്ല ചേച്ചി, എന്റെ വിഷമിക്കാതിരിക്കുക. ദൈവമേ, മഹാഭാവികൾ എന്റെ കൊച്ചിന്റെ പരീക്ഷ എഴുതാൻ സമ്മതിക്കോ? നീ ഇപ്പൊ എവിടെത്തി? ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കടാ. ഒടുക്കത്തെ ബ്ലോക്കാ. ആ പൈപ്പിലേത്തില്ലല്ലോ. നീ ഇങ്ങോട്ട് കയറ്. കച്ചേരിപ്പടി ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഓവർ.
ചെക്കന് പരീക്ഷയാണെങ്കിൽ വിട്ടേക്കാൻ SI സാർ പറഞ്ഞതാ. അപ്പോഴാ CA സാറിന് വരും. പരീക്ഷ എന്ന് പറഞ്ഞപ്പോ എത്ര മണിക്കാ പരീക്ഷ എന്ന് ഒറ്റ ചോദ്യം. 10 മണിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് 11 മണിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വന്ന് ഒപ്പിട്ടിട്ട് പോയിക്കോ. ചേച്ചി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് വന്ന് ജയിലിൽ കിടന്നാളെന്ന് വരെ പറഞ്ഞാണ് ചേച്ചി. നെട്ടും ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. നീ ഇങ്ങ് വന്നേ. എല്ലാരും ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. ഇന്നലെ ജോലി തട്ടിപ്പിന്റെ വാർത്ത ഫേസ്ബുക്കിൽ ഇട്ട ആളാണിത്. വിനീത് കുമാർ CA സ്വാധീനിച്ച് ഇവന്റെ യൂണിവേഴ്സിറ്റി എക്സാം പോലും മുടക്കിയിരിക്കുകയാണ്. ജ്വല്ലറിക്ക് പ്രിൻസിപ്പൽ വിളിച്ചിട്ട് പോലും CA അത് പരിഗണിച്ചില്ല. നേരം വിളിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ ഓണം തൂക്കി പിടിച്ച്. സന്തോഷം, ആ ഫോൺ ആരും സാറിന്റെ അടുത്ത് കൊടുത്തേ. ഓർമ്മോടെ കൂട്ടുകാരനവൻ. ഹലോ, ആ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. രേണി ചേച്ചി പറഞ്ഞ ആളല്ലേ? അതെ. വാ, 2 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടു അങ്ങോട്ട് വിളിക്കാം. രേണി ചേച്ചിയാ? അതെ. ചേട്ടാ, ശിവൻ ചേട്ടൻ പോയോ? സാറ് പോയോ? ആ, കാര്യം നടന്നാ പോരെ ശശി. സാറ് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. 40 അല്ലേ? അതെ. ഡോക്യുമെന്റ്സ് ചെക്ക്. എന്താ ഈട്? ഈടോ? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോന്നാ ചേട്ടാ ഇത്? ഞാൻ ഗ്യാരണ്ടി അല്ലേ, ചെറിയ ക്യാഷ് അല്ലേ, ഒരു ആശുപത്രി കേസാ. ചേട്ടൻ കാശ് കൊടുക്ക്. സാറ് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത് ഈടില്ലാതെ ആർക്കും 5 പൈസ കൊടുക്കണ്ടെന്ന്. മുമ്പത്തെ പോലെ അല്ല ശശി ഇപ്പം കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാൻ മേലേ. എന്താ ഇപ്പൊ ഈട് വെക്കുന്നത്? വല്ല ഗോൾഡോ മറ്റോ? ഗോൾഡൊന്നും ഇല്ല. വണ്ടിയുടെ ബുക്കും പേപ്പറും ഇല്ലേ? വണ്ടിയുടെ ഉണ്ട് ചേട്ടാ. വണ്ടിയുടെ ബുക്കും പേപ്പറും ധാരാളം. ഒന്നെടുത്തിട്ട് വേഗം വാ. രേണു അത് കിട്ടിയിട്ടില്ല. അവര് ഈട് വേണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയുടെ ബുക്കും പേപ്പർ എടുക്കാൻ പോണേണ്. 2 കോപ്പി. ഹലോ. അമ്മ എനിക്കതല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അതിനാണ് 10 മിനിറ്റ്. ശശിയുടെ ഉത്തരവാദിത്തത്തിലാ കൊടുക്കുന്നേ. അതിപ്പോ പറയാണ്ട് ചേട്ടാ. അവസാനം എന്നെ ശശി ആക്കരുത്. ഇതേ ചേട്ടാ ബുക്ക്. ഇതാ മേടിച്ചോ. ചേട്ടാ ഒരു പേപ്പർ എന്തെങ്കിലും ഉണ്ടോ? അതെ, പലിശ കൃത്യമായിട്ട് തന്നെ അടയ്ക്കണം. അത് സാറിന് നിർബന്ധമുള്ള ഒരു കാര്യം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട് ചേട്ടാ. ഒന്ന് പിടിച്ചേ. കോളാരാ? കാണിച്ചേ. അമ്മമ്മയാണ്. ഹലോ. അമ്മ. ഹലോ മോളെ, ഇവിടെ ഹോസ്പിറ്റലുകാരിങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഇല്ലില്ല, ഞാനിപ്പോ എത്തും. ശരി. എന്താമ്മേ? അമ്മമാരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. കാശിനും പറഞ്ഞ് വന്നുകൊണ്ട് Ah!
വെള്ള ഷർട്ട് ഇട്ട ഒരാള് ഇങ്ങോട്ട് ഓടിക്കയറണ ഞാൻ കണ്ടതാ. ആരെങ്കിലും കണ്ടോന്ന് നോക്കോ? അപ്പൊ ഒന്ന് പോയി നോക്കടാ, ആ ഭാഗത്തോടെ നോക്ക്. ഹെൽമെറ്റ് വെച്ച് ഒരാളിനെ കൊണ്ട്, ഒരു ബ്ലാക്ക് ഹെൽമെറ്റ്. ആരെങ്കിലും കണ്ടെന്നൊന്നും പറയണേ. സോറി ഏട്ടാ, എന്റെ ബാഗ് എടുത്ത് പോയി, അതുകൊണ്ടാ. എനിക്കറിയാൻ പാടില്ല. ഒന്ന് മാറി നിൽക്ക്. ഇത്തിരി വഴി തരൂ. ഹലോ സാർ, എന്റെ ബാഗ് ഒരുത്ത മേനകേട്ട് ഇവിടുന്ന് പിടിച്ചോറിച്ചോണ്ട് പോയി. എന്റെ മാലയും കാശും എല്ലാം ഇതിനകത്താണ്. ഹലോ സാറേ, കേക്കണ്ട, ഒരു മിനിറ്റ്. ഇവിടെ ഹലോ സാറേ, ഫോട്ടോ വെച്ചിരുന്ന വൈപ്പിനിലോട്ടുള്ള ചെങ്കാറിലേക്ക് അവൻ ചാടി കയറിയതാണ് സാറേ. ഞാനും ഓരും കൂടെ ബാക്കിൽ ചാടി കയറിക്കണേണ് സാറേ. എനിക്ക് ഹെൽമെറ്റിന്റെ കൊണ്ട് ആളിനെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സാറേ. സാറിന് വേഗം വരണം. ശരി.